വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, എ മാഗ്നറ്റൈസ്ഡ് വയർ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് എം ഇസ് ബെൻറ്റ് ഇൻ ടു എൻ ആർക്ക് ഓഫ് എ സർക്കിൾ ദാറ്റ് സബ്സ്റ്റൻസ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ. ദ ഈക്വലൻറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഇനിഷ്യലി നമ്മുടെ കയ്യിൽ ഇതുപോലൊരു മാഗ്നറ്റിക് വയറുണ്ട്. നമുക്ക് ഇത് ആ വയറിൻ്റെ നോർത്ത് പോൾ, ഇത് അയാളുടെ സൗത്ത് പോൾ എന്ന് കൊടുക്കാം. അതുപോലെ ഈ നോർത്ത് പോളിൻ്റെ പോൾ സ്ട്രെങ്ത് പ്ലസ് ക്യു എം, സൗത്ത് പോളിൻ്റെ പോൾ സ്ട്രെങ്ത് മൈനസ് ക്യു എം എന്ന് നൽകാം. ഇനി ഈ ഡിസ്റ്റൻസ്, ദ ലെങ്ത് ഓഫ് ദിസ് വയർ, നമുക്കതിനെ സ്മോൾ എൽ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പോൾ സ്ട്രെങ്ത് ക്യു എം ഇൻറ്റു ലെങ്ത് എൽ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വയറിനെ ബെൻഡ് ചെയ്ത് ഇതുപോലെ ഒരു സർക്കുലർ ആർക്കായി മാറ്റുന്നു. മാത്രമല്ല അവർ പറയുന്നുണ്ട്, ഈ സർക്കുലർ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇത് 60 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ഫിഗറിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ പുതിയ കോൺഫിഗറേഷൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്കത് എം ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് വയറിനെ ബെൻഡ് ചെയ്ത് ഈ ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ ഇയാളുടെ പോൾ സ്ട്രെങ്ത്തിനെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതിനെ ക്യു എം എന്ന് കൊടുക്കാം. പക്ഷേ ലെങ്ത്ത് മാറും. ലെങ്ത്ത് മാറി അത് എൽ ഡാഷായി മാറും. ഇവിടെ എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു പോൾസ്. എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു പോൾസ്. അങ്ങനെ വരുമ്പോൾ ഇതാണ് എൽ ഡാഷ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് എൽ ഡാഷ്. ഓക്കെ, ഇനി നമുക്ക് ഈ കാണുന്ന പോയിന്റ് ഒ എന്ന് കൊടുക്കാം, ഈ കാണുന്ന പോയിന്റ് എ എന്ന് കൊടുക്കാം, ഈ കാണുന്ന പോയിന്റ് ബി എന്ന് നൽകാം. ഇതൊരു സർക്കുലർ ആർക്കാണ്. ഇതിന് സെൻറ്റർ ഒ ആണെങ്കിൽ ഈ ഒ മുതൽ എ വരെയുള്ള ദൂരം ദറ്റ് ഈസ് റേഡിയസ് ക്യാപിറ്റൽ ആർ. അതുപോലെ ഒ മുതൽ ബി വരെയുള്ള ദൂരം അതും റേഡിയസ് ക്യാപിറ്റൽ ആർ. ഇനി ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പോൾ ഈ കാണുന്ന ആംഗിളും 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി. സോ ഇറ്റ് ഇസ് ആൻ ഈക്വലേറ്റർ ട്രയാങ്കിൾ. സോ വി ക്യാൻ റൈറ്റ് ദിസ് എൽ ഡാഷ് ഈക്വൽസ് ആർ. അങ്ങനെ വരുമ്പോൾ ദ ന്യൂ മാഗ്നറ്റിക് മൊമെൻറ്റ് എം ഡാഷ് എന്ന് പറഞ്ഞാൽ അത് ക്യു എം ഇൻറ്റു ആർ എന്ന് എഴുതാം. പക്ഷെ നമുക്ക് ആൻസർ വേണ്ടത് ക്യാപിറ്റൽ എമ്മിൻ്റെ ടൈമിലാണ്. അത് നമുക്ക് നോക്കാം. റൈറ്റ്, ശ്രദ്ധിക്കുക. ഈ എൽ ലെങ്ത്തുള്ള വയറിനെ ബെൻഡ് ചെയ്ത് സർക്കുലർ ആക്കി മാറ്റുമ്പോൾ ലെങ്ത് ഓഫ് ദി വയർ എൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ആർക്ക് ലെങ്ത്. ലെങ്ത് ഓഫ് ദി വയർ എൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ദി ആർക്ക് ലെങ്ത്. നമുക്കറിയാം ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ഇക്വേഷൻ വരാം. ഇറ്റ് ഈസ് റേഡിയസ് ആർ ഇൻറ്റു ആംഗിൾ, സെൻട്രൽ ആംഗിൾ. ഇവിടെ ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ആർ ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഈസ് π/3. ഓക്കെ, ഇനി ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എല്ലിന് ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൽ ഈക്വൽസ് ആർ ഇൻറ്റു π/3. ഇതിൽ നിന്നും ആർ എന്ന് പറഞ്ഞാൽ അത് 3l/π എന്ന് വരും. അങ്ങനെയാണെങ്കിൽ പുതിയ മാഗ്നറ്റിക് മൊമെൻറ്റ് എം ഡാഷ് എന്ന് പറയുന്നത് ക്യു എം ഇൻറ്റു ആറിന് പകരം നമുക്കത് 3l/π എന്ന് എഴുതാം. ഇയാളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇറ്റ് ബിക്കംസ് 3 ഇൻറ്റു ക്യു എം ഇൻറ്റു l/π എന്ന് വരും. ഇതിൽ ക്യു എം ഇൻറ്റു എൽ നമ്മളത് ഓൾറെഡി പറഞ്ഞു, അത് ക്യാപിറ്റൽ എം ആണ്. അങ്ങനെ വരുമ്പോൾ എം ഡാഷ് എന്ന് പറഞ്ഞാൽ അത് 3m/π എന്ന് വരും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, താങ്ക് യു.